എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനുണ്ട്. വാട്സപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണ് നോക്കാം. Joy, drive, beginning, blessing, energetic moment, revelation. ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ഒത്തിരി നിങ്ങൾ വളരെയധികം എനർജറ്റിക് ആയിരിക്കും. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ വളരെ ഉത്സാഹഭരിതരായിരിക്കും കുട്ടികളൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ഒത്തിരി ആക്റ്റീവായിരിക്കും. അപ്പോൾ പൊതുവിൽ പുറത്തൊക്കെ ഇറങ്ങി കളിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും പുറത്തേക്ക് പോയി കളിക്കാനും ഒക്കെയുള്ളൊരു അവസരം ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജോയാണ് ആദ്യം തന്നെ ഒരു വലിയൊരു അച്ചീവ്മെന്റ് കാണിക്കുന്നു. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരെ വിദ്യാർത്ഥികൾ, ചെറിയ കുട്ടികളാണെങ്കിലും ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സന്തോഷം, അല്ലെങ്കിൽ സ്കൂൾ കോളേജസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാവാം. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ പഠിക്കുന്ന കാര്യത്തിൽ തന്നെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ അത് ചിലപ്പോൾ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ഒക്കെ എന്തെങ്കിലും പ്രത്യേക അവരുടേതായി അഭിനന്ദനം അർഹിക്കുന്ന വാർത്തകൾ, ശുഭവാർത്തകൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ പ്രത്യേകിച്ച് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത, ചില ആളുകളെ സംബന്ധിച്ച് പല പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നുണ്ട്. മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ജീവിതം സന്തോഷമായിട്ടിരിക്കുന്നത് സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ, പലരും അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തീരുമാനം എന്ന് പറയുന്ന ഒരു പക്ഷെ നിങ്ങൾ ഇപ്പോൾ വീട് മാറുന്നതായിരിക്കും, ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നു, പുതിയ വീട് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ വാടകയ്ക്ക് ഉള്ളവരാണെങ്കിൽ മറ്റൊരു പുതിയ സ്ഥലത്തേക്കോ വീട്ടിലേക്കോ മാറുന്ന ഒരു സാഹചര്യമാവാം. കൂടുതലായിട്ട് ഭൂമിയോട് അല്ലെങ്കിൽ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കാനുള്ള ഒരു അവസരം ഗ്രാമത്തിലേക്ക് മാറി താമസിക്കുന്നവരുണ്ടാവും. ചിലപ്പോൾ റിമോട്ട് പ്ലേസസിലേക്ക് അല്ലെങ്കിൽ സിറ്റിയിലുള്ളവരൊക്കെ ടൗണിലേക്കോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്കൊക്കെ മാറുന്ന സാഹചര്യം. ചിലപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് ജോലിയൊക്കെ കിട്ടാൻ സാധ്യത കുറവാണ് എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ നിങ്ങളിപ്പോൾ സിറ്റിയിൽ പോയി താമസിച്ചിട്ടുള്ളവരാകാം. അവിടെ നിന്നൊക്കെ മാറി നിങ്ങൾക്ക് പറ്റുന്ന തരത്തിൽ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കൂടാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് കൊണ്ട് നിങ്ങൾ തിരിച്ച് ഗ്രാമത്തിലോ ടൗൺഷിപ്പിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി മാറി താമസിക്കാനുള്ള സാഹചര്യം. അതുകൊണ്ട് മനസ്സുകൊണ്ട് നിങ്ങൾക്ക് തൃപ്തിയാണ്. ഒരു സാമ്പത്തിക പരിതസ്ഥിതി ഉള്ളത് കൊണ്ട് മാത്രം ആ ഒരു ഗ്രാമത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒത്തിരി സന്തോഷം തരുന്ന ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട്. അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് ഡ്രൈവ്. ഇത് സൂചിപ്പിക്കുന്ന കുട്ടികളാണെങ്കിലും മുതിർന്നവരാണ്, ഇപ്പോൾ പ്രായമായിട്ടുള്ളവരാണെങ്കിൽ പോലും 60 വയസ്സിന് മേലെയുള്ളവരാണെങ്കിൽ കൂടിയും ഇത് സൂചിപ്പിക്കുന്നത് ഈ ഒരു മാസം പൊതുവെ നിങ്ങൾ ആക്റ്റീവായിരിക്കും. അപ്പോൾ പൊതുവേ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ പറയുകയാണെങ്കിൽ അധികം ആക്റ്റീവ് ആയിരിക്കില്ല. ഇപ്പോൾ അധികം നടക്കുന്നില്ല, അല്ലെങ്കിൽ എക്സസൈസോ ആ പ്രായത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലാത്തവരെ സംബന്ധിച്ച് കുറച്ചുകൂടി ആക്റ്റീവ് ആവുന്നുണ്ട്. മറ്റുള്ളവരായിട്ട് ഇടപെടലൊക്കെ കുറവുള്ളവരാണെങ്കിൽ മറ്റുള്ളവരായിട്ട് ഇടപെടുക, അയൽവാസികൾ ഇപ്പോൾ നെയ്ബേഴ്സായിട്ടൊക്കെ സംസാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സിലൊക്കെ പോവുക, ഇപ്പോൾ ബാഡ്മിന്റൺ, ക്രിക്കറ്റ് മറ്റങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോവുക, നടക്കുന്ന ഒരു ശീലമാക്കുന്ന പല സ്വഭാവചര്യകളിൽ മാറ്റം വരുത്തുക, ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്ന വളരെയധികം സാധ്യതകൾ നൽകുന്ന ഒരു സമയമാണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുന്നുണ്ട്, പ്രവർത്തന രീതികളിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ പ്രവർത്തന രീതികളിൽ മാറ്റം എന്ന് പറയുമ്പോൾ ഇത് പൊതുവേ നിങ്ങളുടെ ജീവിതചര്യകളിലും ചില ആളുകളെ സംബന്ധിച്ച് അവരുടെ കരിയറിൽ, അതായത് ജോലി സംബന്ധമായിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന രീതികൾ, ജോലിയിൽ മറ്റുള്ളവരോട് പെരുമാറ്റം രീതി എന്ത് കാര്യം ആയിക്കൊള്ളട്ടെ അതിലൊക്കെ മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒത്തിരി ബെനിഫിഷ്യൽ ആയിരിക്കും, വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് കാണുന്നുണ്ട്. എല്ലാം ഒരു വ്യക്തതയോട് കൂടിയിട്ട് വളരെ ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് ചാടി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ നിന്നിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് വളരെ നല്ല ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സമയമാണ് ഈ ഒരു സമയം. പലരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ഒരു പുതിയ തുടക്കം തന്നെയാണ് ഈ ഒരു മാസത്തിൽ എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്.
ജീവിതം സന്തോഷപൂർണ്ണമായിട്ട്, ജീവിതത്തിൽ സന്തോഷത്തോടു കൂടിയിട്ടുള്ള സന്തോഷപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾ നയിക്കുന്നതിന്റെ അതിൻ്റെയൊക്കെ ഒരു തൃപ്തി, അതിൻ്റെ ഒരു ആനന്ദവും സന്തോഷവും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ജീവിതം അല്ലെങ്കിൽ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും പല മാറ്റങ്ങളും അതിൻ്റെ ഒരു സംതൃപ്തിയും സന്തോഷമൊക്കെ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും, എങ്ങനെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, ഏത് രീതിയിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പുതിയ തുടക്കങ്ങളുടെ സമയമാണ്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പുതിയ എന്തെങ്കിലും കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നവരെ സംബന്ധിച്ച് വിദേശത്തേക്ക് പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള യാത്രയുടെ തുടക്കം, നിങ്ങളുടെ ജീവിതയാത്രയുടെ തുടക്കമായിരിക്കും ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. കാരണം ഈ ഒരു വിദ്യാഭ്യാസമായിട്ട് മുന്നോട്ടേക്ക് പോവുക, പിന്നീട് ഭാവി ജീവിതം, ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റിൽ ആവുന്നതിന്റെ ഒരു ആദ്യത്തെ ചുവട്ടുപടി എന്നുള്ള രീതിയിൽ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു അവസരം ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു സാധ്യതകൾ, ആ ഒരു പുതിയ തുടക്കങ്ങളൊക്കെയാണ് ജീവിതത്തിൽ കാണുന്നത്. അതേപോലെ ഇവിടെ പറയാനുള്ള ഒരു കാര്യം, ബിസിനസ് സംബന്ധമായിട്ടുള്ള ആളുകൾ, ബിസിനസ് തുടങ്ങാൻ വെക്കുന്നവര് ഈ ഒരു മാസത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാകാം. പക്ഷെ ഒരു തടസ്സം അവിടെയുണ്ട്. അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ, ബിസിനസ് ഇപ്പോൾ തുടങ്ങുന്നത് ഈ ഒരു മാസത്തിൽ തുടങ്ങാൻ പറ്റുന്നൊരു, ഒന്നുകിൽ ഈ ഒരു മാസം തുടങ്ങുമ്പോൾ തന്നെ അത് 1-2 തീയതികളിലൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു മാസം ഏറ്റവും അവസാനം 28-ാം തീയതിക്ക് ശേഷമായിരിക്കാം. ഈ ഒരു മാസത്തിൽ അഥവാ എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ തുടങ്ങാൻ പറ്റുന്നുണ്ട്. കാരണം അഥവാ നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ശ്രമിച്ചാൽ കൂടി അത് മാറി മാറി പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു സമയം തടസ്സങ്ങൾ വരും. ഒന്ന് മെർക്കുറി റെട്രോഗ്രേഡ് വരുന്ന സമയം ഉള്ളതുകൊണ്ട് ആ ഒരു സമയത്തിന്റെ ഇടയിൽ സാധ്യമല്ല. പക്ഷെ അതിന്റെ തുടക്കത്തിലോ അതിനുശേഷമോ ഒന്ന് തുടങ്ങി വെക്കാവുന്ന ഒരു സാഹചര്യം എന്നുള്ള രീതിയിൽ കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വലിയ രീതി തടസ്സം അല്ലെങ്കിൽ കൂടിയും നിങ്ങൾ വിചാരിച്ച ആ സമയത്ത് പറ്റുന്നുണ്ടാവില്ല, പിന്നോട്ടേക്കോ മുമ്പോട്ടേക്കോ നീക്കി വെക്കുന്ന സാഹചര്യം ആവാം. അപ്പോൾ അത് സൂചിപ്പിക്കുന്നുണ്ട്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ അടുത്തിടയ്ക്കായിട്ട് ഇപ്പോൾ ഒരു ജോലി ലഭിക്കുന്നു എന്നുള്ളത്, ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിങ്ങളുടെ വിദ്യാഭ്യാസമായിട്ടൊരു ബന്ധമുള്ള ജോലി ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ മറ്റെന്തെങ്കിലും ചെറിയ ജോലി ആയിരിക്കാം. അപ്പോൾ അത് നിങ്ങളുടെ വിദ്യാഭ്യാസമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു ജോലിയിൽ എങ്ങനെയാണോ നിൽക്കുന്നത്, അതായത് നമ്മളിപ്പോൾ എന്ത് ജോലിയായാലും നമ്മൾക്കതൊരു വരുമാനം തരുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ കഴിക്കാനുള്ള ഭക്ഷണവും മറ്റു കാര്യങ്ങളും നമ്മളുടെ ജീവിത സാഹചര്യങ്ങളും നമ്മൾക്ക് ഒരുക്കി തരുന്ന ഒരു ജോലിയാണ്. അപ്പം അതിലൊരു നന്ദി പ്രകടിപ്പിക്കുക. കാരണം മുന്നോട്ടേക്ക് നിങ്ങളുടെ ഈ ഒരു അപ്രീസിയേഷൻ നമ്മൾ പറയും, നമ്മൾ എന്തായാലും നമ്മളുടെ കയ്യിൽ ഉള്ളതിന് നമ്മൾ ആദരവ് നൽകാൻ ശ്രമിക്കുക. അത് നൽകുന്നതിലൂടെ മുന്നോട്ടേക്ക് നല്ല നല്ല കാര്യങ്ങൾ, നല്ല അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ജോലിയിലുള്ള മാറ്റം നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് മുന്നോട്ടേക്കുള്ള ദിവസങ്ങളിൽ വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതേപോലെ പൊതുവിൽ ഈ ഒരു മാസത്തിൽ നിങ്ങൾ വളരെ ആക്റ്റീവ് ആണ് എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് ആക്ഷൻ എടുക്കുന്ന സമയം കൂടിയിട്ടാണ്. പൊതുവേ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ നിങ്ങൾക്ക് മടിയാണ്, ആരെങ്കിലും നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്തിട്ടൊക്കെയാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതായത് ഭയം, മടിയേക്കാൾ കൂടുതൽ നമ്മളെപ്പോഴും മടി എന്ന് പലയിടത്തും മുദ്രകുത്തുന്നതെന്ന് വെച്ചാൽ, മടിയേക്കാൾ കൂടുതൽ നമ്മുടെ ഉള്ളിൽ തോറ്റുപോകുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് നിങ്ങൾ ആ ഒരു സ്റ്റെപ്പ് എടുക്കാൻ എത്രത്തോളം നീട്ടി വയ്ക്കാമോ അത്രത്തോളം എല്ലാം നീട്ടി വയ്ക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊരു മടിയല്ല, പക്ഷെ ഭയമാണ്, തോറ്റുപോകുമോ എന്നുള്ളൊരു ഭയം. ഇവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ തോറ്റുപോകാത്ത ആരും ഉണ്ടാവില്ല. അതിനിപ്പോൾ അംബാനി ആണെങ്കിൽ കൂടി അവർ എവിടെയെങ്കിലുമൊക്കെ തോറ്റുപോയിട്ടുണ്ടാവും ഏതെങ്കിലും സാഹചര്യത്തിൽ. അല്ലെങ്കിൽ ഈ ഒരു തോൽവി വിജയത്തിന്റെ മുന്നോടിയായിട്ട് കണക്കിലെടുത്ത് മുന്നോട്ടേക്ക് പോവുക. തോൽവി സംഭവിച്ചാൽ തോറ്റുപോയി, പിന്നീട് ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കില്ല എന്നുള്ളതല്ല അതിനർത്ഥം എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആക്ഷൻ എടുക്കാൻ പൊതുവെ ഉള്ളൊരു ഭയം നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. നിങ്ങൾ സ്വയം തീരുമാനങ്ങൾ എടുക്കുന്ന സമയം, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്ന സമയമാണ്. പൊതുവെ ലക്ഷ്യമൊന്നും ഇല്ലാതെ, ഇപ്പൊ നമ്മൾ പറയില്ലേ, ഒരു ലക്ഷ്യങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല നടക്കുന്ന വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളാണെങ്കിലും, അല്ലെങ്കിൽ ചില ആളുകൾ വിദ്യാഭ്യാസ കാലഘട്ടം കഴിയുമ്പോൾ സ്വയം തീരുമാനങ്ങൾ എടുത്ത് തുടങ്ങും. മറ്റു ചിലര് ഏതൊരു പ്രായമായാലും അവരിങ്ങനെ ഒരു ലക്ഷ്യമില്ലാതെ നടക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള മാറ്റമല്ല ഇത്. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു ലക്ഷ്യബോധമില്ലാതെ നടക്കുന്നവരിൽ നിന്ന് നിങ്ങൾക്കൊരു ലക്ഷ്യം, നിങ്ങളുടെ ജീവിതത്തിന്റെ നിയോഗം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് നീങ്ങുന്ന ഒരു സമയമാണ് ഈ ഒരു മാസത്തിൽ വരുന്നത്.
അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിതം നയിക്കാൻ സഹായകരമാകുന്ന ഒരു മാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം നിങ്ങൾക്ക് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.